ബഹ്റൈന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ പരിമിതി കൃത്യമായ രീതിയിൽ മനസ്സിലാക്കണമെന്നും ഇറാന് നേരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തിനും ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാകും, നിങ്ങളതിൽ പതറിപ്പോകും. ആയതിനാൽ തന്നെ അമേരിക്കക്ക് ചില നിർദ്ദേശ കാര്യങ്ങൾ നൽകുന്നത് ഉചിതമാണ് എന്ന തരത്തിലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ ഉത്സാഹം കാണിക്കേണ്ട, നിങ്ങൾക്ക് വലിയ നാശത്തിനാണ് എന്ന തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ 5-ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ തരത്തിലുള്ള ആക്രമണം ഇറാന് നേരെ അമേരിക്ക നടത്തുന്നത്. അതിനനുസരിച്ച് ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ 2 സൈനിക ബേസാണ് പ്രധാനമായിട്ട് ബഹ്റൈനിലുള്ളത്. ബഹ്റൈൻ തന്നെ ഒരു ചെറിയ രണ്ട് ദ്വീപ് പോലെയുള്ള സ്ഥലമാണ്. അവിടെ വലിയ തരത്തിലുള്ള സൈനിക ബേസ് ഉള്ളത് അമേരിക്ക ഉണ്ടാക്കിയതാണ്. അതിന് ഒന്ന് ഈ നേവൽ ഫോർട്ടിന് ആക്ടിവിറ്റി എന്ന് പറയുന്നതാണ്. അത് ബഹ്റൈനിൽ ഒന്നുള്ളത്. ഒന്ന് ഷെയ്ഖ് ഇസ എയർബേസ് ആണ്. ഈ 2 എണ്ണം, ഈ 2 മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും വ്യത്യസ്ത സമയങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഈ ഷെയ്ഖ് ഇസ എയർബേസിൻ്റെ ഭാഗം തീപിടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ആ തീ അണക്കാൻ വേണ്ടി. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണമാണ് നടന്നത്. അതിനി ആവർത്തിക്കും എന്ന് കൂടി പറയുന്നുണ്ട് ഇറാൻ. കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും തങ്ങളുടെ നേരെ ഒരു ആക്രമണം വന്നാൽ അതിന് തിരിച്ചടിക്കുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത്. അമേരിക്കയെ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള സംസാരം നടത്തിയിട്ട് തങ്ങൾ സുരക്ഷിതരമാണ് എന്നുള്ളത് വിശ്വസിക്കൊന്നും വേണ്ട. അങ്ങനെ ഒരു സുരക്ഷിതത്വമൊന്നും അമേരിക്ക ഇക്കാലം വരെ ചെയ്തിട്ടില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ 100 കിലോമീറ്ററിൻ്റെ പരിധിയിലുള്ള സൈനിക ബേസുള്ള രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഉദയതായ സൈനിക ബേസ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈനിക ബേസാണ്. അതിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. 83-85 കാലഘട്ടത്തിലിട്ടാണ്. അവർ ഖത്തറിനെ ഏത് തരത്തിലാണ് സഹായിച്ചത് എന്ന ചോദ്യം ഇറാൻ ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സമയത്ത് നോക്കുകുത്തിയായി നിൽക്കുകയാണ് അമേരിക്ക ചെയ്തത്. എല്ലാവിധ സൈനിക സംവിധാനവും പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സംവിധാനം ഉണ്ടായിട്ടും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആക്രമിക്കട്ടെ എന്നല്ലേ അവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിന് അനുവാദം നൽകിയിട്ടല്ലേ ആ പ്രവൃത്തി ചെയ്തത്. വലിയ നാശനഷ്ടങ്ങളൊക്കെ അന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനം ചോദ്യം ചെയ്യുകയും വലിയ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒരു ബിൽഡിംഗ് അപ്പാടെ ഒടിഞ്ഞ് തൂങ്ങിപ്പോയിട്ടുണ്ട്. അതിലെത്ര 6 പേരോ കുറഞ്ഞ ആൾക്കാർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഹമാസിനെ കൊല്ലാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അത് ഇസ്രായേലിൻ്റെ രഹസ്യം ചോർത്താൻ വേണ്ടി തുർക്കിക്ക് സാധിച്ചത് കൊണ്ടാണ് അത് നടന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ അതിലുള്ള ഹമാസിൽ 1 ഡസനോളം ഹമാസിൻ്റെ നേതാക്കൾ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് പിൽക്കാലത്ത് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് നേരെ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അമേരിക്ക മൗനം പാലിച്ചുകൊണ്ട് വിടാതിരിക്കും. മറ്റേതെങ്കിലും രാജ്യങ്ങൾ റഷ്യയോ ചൈനയോ ആക്രമിക്കുന്ന സമയത്ത് ഒരു പക്ഷേ അമേരിക്ക പ്രതികരിച്ചെന്ന് വരും. എന്നാൽ ഇസ്രായേലാണ് ആക്രമിക്കുകയെങ്കിൽ പ്രതികരിക്കുകയില്ല. റഷ്യയും ചൈനയാണെങ്കിൽ ഒരിക്കൽ പോലും ബഹ്റൈനോ അറബ് രാജ്യത്തോട്ട് ആക്രമിക്കുകയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അവർക്ക് വല്ലാത്ത രീതിയിലുള്ള താല്പര്യമുണ്ട്. കാരണം പെട്രോളുള്ള മേഖലയാണ് എന്നതിനാൽ. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പം നിങ്ങൾ ഉള്ളത് എന്ന് മനസ്സിലാക്കണമെന്നാണ് ഇറാൻ ബഹ്റൈനോട് പറഞ്ഞത്. മാത്രമല്ല, ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം ബഹ്റൈന് നല്ലൊരു ശതമാനം ഷിയ മുസ്ലിങ്ങളാണുള്ളത്. സുന്നികളെക്കാൾ കൂടുതൽ ഷിയാക്കളാണ്. 65% ഷിയാക്കളും ബാക്കി സുന്നികളും എന്നാണ് ഏകദേശ അനുമാനം ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം. ബഹ്റൈനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. കാരണം ഷിയ മിലീഷ്യ വിഭാഗം സജീവമായിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ബഹ്റൈൻ എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ആവർത്തിക്കില്ല എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഷിയ വിഭാഗത്തിനെതിരെ അല്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായിരിക്കുന്ന നടപടിക്ക് വേണ്ടി അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ നിങ്ങളെ ഇല്ലാതാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. ഈ ഒരു മുന്നറിയിപ്പ് വന്നതോട് കൂടിയിട്ട് അമേരിക്കയുടെ സൈന്യ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടുത്തെ സൈനിക കമാൻഡർക്ക് നിർദ്ദേശം നൽകി. കാര്യം എന്ന് പറഞ്ഞാൽ, ഇറാൻ്റെ ഭീഷണി ചെറുതായിരിക്കില്ല. അവർ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ ആക്രമിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ധൈര്യസമേതം അവിടെ നിന്നാൽ ഒരുപക്ഷെ മരണം വരിക്കേണ്ടി വരും. അതിനാൽ ശ്രദ്ധിക്കണം എന്ന തരത്തിലേക്ക് അവരുടെ അഭിപ്രായങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഒരു ഏകോപന സംവിധാന കാര്യത്തെ എതിർത്ത ഒരു രാജ്യം കൂടിയാണ് ബഹ്റൈൻ. അങ്ങനെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ. അതിന് അമേരിക്ക പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾ എന്തിനാണ് ഇത്തരം സംവിധാനം ചെയ്യുന്നത്? നിങ്ങളുടെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. 5-ാം കപ്പൽപ്പട എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് സർവ്വ മേഖലയിലും നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കും പാകത്തിലാണ് അതിൻ്റെ നിർമ്മിതികളൊക്കെ പൂർത്തിയാക്കിയത്. അപ്പോൾ
അമേരിക്കയെ എതിർക്കാൻ വേണ്ടി സാധിക്കുകയില്ല, പറ്റുകയില്ല. അമേരിക്ക എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഭരണത്തെ ബാധിക്കും, പിന്നെ അതിന് തുടർച്ചയായിട്ടുള്ള മറ്റുള്ള വിഷയത്തെ ബാധിക്കും, സാമ്പത്തിക രംഗത്തെയും പ്രതിരോധ രംഗത്തെയും ബാധിക്കും. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതെല്ലാം എന്ത് ചെയ്യണം, ഒഴിവാക്കണമെങ്കിൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കണം എന്നാണ് ബഹ്റൈൻ പറയുന്നത്. എന്നാൽ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതൊന്നുമല്ല അതിൻ്റെ മാനദണ്ഡം. തീർച്ചയായിട്ടും അമേരിക്കയാൽ നിങ്ങൾ സുരക്ഷിതരല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഖത്തറിനെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ വല്ലാത്ത രീതിയിലൊന്നും എന്ത് ചെയ്യരുത്, പരിമിതി മനസ്സിലാക്കാത്ത രീതിയിൽ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി തുനിയരുത്. ഞങ്ങൾ കുറഞ്ഞ രീതിയിൽ മാത്രമേ തിരിച്ചടി നൽകിയിട്ടുള്ളൂ. ഞങ്ങളുടെ മാരകമായിരിക്കുന്ന തിരിച്ചടിയൊക്കെ ബാക്കിയുണ്ട്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങളത് പ്രയോഗിക്കും. അത് വലിയ രീതിയിലുള്ള നാശവും നഷ്ടവും ബഹ്റൈന് ഉണ്ടാക്കും എന്നുകൂടി അവർ പറയുന്നു. ആയതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. അതല്ലെങ്കിൽ അമേരിക്കൻ വിരുദ്ധമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുക. ഘട്ടം ഘട്ടമായിട്ടെങ്കിലും അമേരിക്കയുടെ സൈനികർ നിങ്ങളുടെ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നിടത്തോളം നിങ്ങൾക്ക് വലിയ സുരക്ഷിതത്വം ഉണ്ടാവില്ല. ആ കാര്യം കൂടി ഓർക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാൻ പൊതുവായിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളിലെ ആഭ്യന്തര വിഷയത്തിലും ഇടപെടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എല്ലാ രാജ്യങ്ങളോടും ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇറാൻ ചോദിച്ചാൽ കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ പാകത്തിൽ ഈ മേഖലയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം വലിയൊരു സംവിധാനമുള്ള ഒരു സാമ്രാജ്യമായിട്ട് വളർന്നു. ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഇറാന് മാത്രമാണ്. അവരുടെ നേതൃത്വ നിരയിൽപ്പെട്ട പല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഈ ഒരു നഷ്ടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തും സൈനിക രംഗത്തും പ്രതിരോധ രംഗത്തും ഒക്കെ വലിയ ശ്രദ്ധേയപരമായിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഈ യുദ്ധം ഇറാനെ വല്ലാത്ത രീതിയിൽ സഹായിച്ചു. മാത്രവുമല്ല, മറ്റ് ലോക രാജ്യങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ ഇപ്പോൾ ഇറാന് വലിയ രീതിയിലുള്ള ധൈര്യം ഉണ്ടായിരിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് മാറ്റി പണിയാൻ വേണ്ടി മാത്രമേ അമേരിക്കക്കും ഇസ്രായേലിനും ഇറാനെതിരെയുള്ള യുദ്ധം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ നിലനിൽപ്പിന് പോലും പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് മേഖലയെ മാറ്റിയത് ഇറാൻ മാത്രമാണ്. ഇറാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ളത്. ഏത് അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കക്കും അജ്ഞാതമാണ് എന്ന് ചുരുക്കം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ഈ ബഹ്റൈൻ നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പരിമിതികൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വരും. ആ സാഹചര്യം ഒഴിവാക്കണമെന്ന് ഇറാൻ പറഞ്ഞു വെക്കുന്നു എന്ന് ചുരുക്കം.